ഹലോ, ഇന്ന് ഈനുവിൻ്റെ ആദ്യത്തെ അഷ്ടമിരോഹിണിയുടെ വീഡിയോ ആണ്. അത് ഞങ്ങൾ ഉണ്ണിക്കണ്ണനാക്കി, ഞങ്ങളൊക്കെ തന്നെ മേക്കപ്പ് ചെയ്യിപ്പിച്ച് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞങ്ങൾ ആദ്യം പുരുകാണ് എഴുതിപ്പിച്ച്. നോർമലി അവനങ്ങനെ പുരുകൊന്നും ഞങ്ങൾ എഴുതി കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവൻ സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഉറക്കത്തിൽ. അപ്പോൾ എഴുന്നേൽക്കുമോ എന്നുള്ള പേടിയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് 4 മണിക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. ഇപ്പം 3 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ തീരെ സമയമില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ച് ലാസ്റ്റ് ഞങ്ങൾ പുരുവ് എഴുതി കൊടുത്തു. കുറച്ചൊക്കെ ബോറായി, എങ്കിലും എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുങ്കുമം വെച്ചിട്ടൊരു ജസ്റ്റ് ഒരു കുറി ഇട്ട് കൊടുക്കുകയുണ്ടായി. അതപ്പം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അവൻ തന്നെ തുടച്ച് കളഞ്ഞു. പിന്നെ ഞങ്ങളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു പേജ് തന്നെ മേടിച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാ ഓർണമെൻറ്റ്സും ഡ്രസ്സും എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. കിരീടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിരീടം ഞങ്ങൾ വേറെ എക്സ്ട്രാ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അവന് നിന്ന് തരുന്നില്ല. ഒന്നാമത് ആ ഏജാണല്ലോ, ഏതുനേരം കളിക്കണം എന്നുള്ളൊരു മൂഡായിരുന്നു. പിന്നെ അരപ്പിട്ടൊക്കെ എങ്ങനെ ഇത് കൊടുത്തു. ഈ കൊടുത്തത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എല്ലാം പറിച്ചു കളഞ്ഞു. ഇത്രയും ഡ്രസ്സൊന്നും അങ്ങനെ മേത്തിരിക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കൈ കെട്ടാനുള്ള സാധനത്തിൽ ഞാൻ തോറ്റുപോയി. അത് നിന്ന് തരുന്നില്ല. നമുക്ക് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ അക്കൗണ്ടേക്ക് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. രണ്ട് കയ്യിലും കെട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഓരോ ഒച്ചയൊക്കെ കാണിച്ചാണ് അവനങ്ങനെ പിടിച്ച് നിർത്തിയേക്കണേ. ഇറങ്ങിപ്പോകണം എന്നുള്ള ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. മാല ഇട്ടിപ്പിച്ചിട്ടാണ് പ്രശ്നമായത്. അവൻ അപ്പം തന്നെ ഇടിച്ച് പൊട്ടിക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ താഴത്തേക്ക് ആക്കി. പക്ഷെ വരണ വഴിക്ക് മാല പൊട്ടിച്ചു. പിന്നെ 2 കമ്മൽ ഇടിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇടിക്കണതിനിടയിൽ അവനൊന്ന് വീണു. എങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ ഒരു കാതിലിട്ട് കൊടുത്തു. അല്ലാണ്ട് ഇരുന്നതും തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവനെ എണീപ്പിച്ച് അപ്പുറത്തെ കാതിലും എങ്ങനെയൊക്കെയോ 2 കമ്മലിട്ടു. ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ലുക്കായില്ലേ ഇപ്പം തന്നെ. ഈ കിരീടമാണ് ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ വേറൊരു കിരീടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെയും പിടിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയായി ഓടി അമ്പലത്തിൽ പോയി. അവിടെ ഇങ്ങനെ നിന്ന് കളിയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഗോപിക്കുറി അവൻ കളഞ്ഞായിരുന്നല്ലോ. അവിടെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ അവർ തന്നെ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അവർക്ക് പിന്നെ അവൻ നിന്ന് കൊടുക്കണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കണ്ണന്മാരൊക്കെ കൂടി നിന്നൊരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അവനെ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടിപ്പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഘോഷയാത്രയായിരുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ. എല്ലാ വർഷവും ഉള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബൈപ്പാസ് ചുറ്റി വീണ്ടും ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തുക. ഇവനാണെങ്കിൽ ബാക്കിയുള്ള ഉണ്ണിക്കണ്ണന്മാരുടെ ഓടക്കുഴൽ വേണമെന്നായിരുന്നു. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ആരുടെങ്കിലും നിന്ന് മേടിക്കും. സോ പിന്നെ അത് അവിടെ ഞങ്ങൾ പിടിച്ച് മാറ്റിയില്ല. അത് ഓടക്കുഴൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. അവിടെ കുറച്ച് പൊട്ടലും ഉഴിയടിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.